ബിഗ് ബോസിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അനുമോളും ആര്യനും തമ്മിൽ വഴക്കാണ്. ആര്യനും അനുമോളും കമ്പനിയൊക്കെ ആയതാണ്. രണ്ടുപേരും കിടക്കുന്നത് രണ്ടും അടുത്തടുത്തുള്ള ബെഡിലാണ്. അതുകൊണ്ട് തന്നെ അവർ കൂടുതലും സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചിട്ടലും ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇന്ന് നടന്ന വഴക്ക് വളരെ വലിയൊരു വഴക്കായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോള് ആര്യൻ്റെ ബെഡിൻ്റെ ഇപ്പുറത്തുകൂടെ നടക്കുമായിരുന്നു. ആ സമയത്ത് ആര്യൻ്റെ കുപ്പി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ കുപ്പി തട്ടി വീണു. അപ്പോൾ ആര്യൻ അതുമ്മ പിടിച്ച് കയറിയതാണ്. നീ എൻ്റെ കുപ്പിമ്മ തട്ടരുതെന്ന് പറഞ്ഞ് നടക്കുമ്പോഴേക്കും തട്ടിപ്പോയി. അപ്പോൾ പറഞ്ഞു, നീ എപ്പോഴും ചെയ്യുന്നത് എനിക്ക് തമാശയായി തോന്നണില്ല. നീ അങ്ങനെ കണ്ടന്റിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണതെന്ന് പറഞ്ഞ് ആര്യൻ തുടങ്ങി. ആര്യന് വയസ്സ് 23. അനുമോളാണെങ്കിൽ പറഞ്ഞു, എടാ ഞാൻ മനഃപൂർവ്വം അല്ല എന്ന് പറഞ്ഞു. പിന്നെ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി. പിന്നെ വഴക്കായിട്ടോ രണ്ടുപേരും തമ്മിൽ. പിന്നെ അവർ മുന്നേ നടന്ന കാര്യങ്ങൾ, നീ അന്ന് എന്നെ റിംഗ് ഫിംഗർ കാണിച്ചില്ലേ, എന്നിട്ട് ഞാൻ അന്നൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് അവിടെയുള്ള എല്ലാവരും അറിയുന്നത് ഇവൻ ഫിംഗർ കാണിച്ചിരുന്നോ എന്നൊക്കെ. അപ്പോൾ അവർ പറഞ്ഞു, അന്ന് നീ എന്താ ഇതിനെക്കുറിച്ച് സംസാരിക്കാണ്ടിരുന്നേ, ശൈത്യ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, അന്ന് ഞാൻ പൊക്കോട്ടെ എന്ന് വിചാരിച്ചതാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിട്ടത്. അപ്പോൾ അനുവിനെ എല്ലാവരും ഓപ്പോസിറ്റിലേക്ക് വന്നു. ഗിസേൽ പറയുന്നുണ്ട്, നീ ചെയ്തതല്ലേ തെറ്റെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആര്യം പറയുന്നുണ്ട്, നിനക്ക് എന്ത് ചെയ്താലും നീ അത് കണ്ടന്റിന് വേണ്ടി ചെയ്യുന്നതാണ്, നിനക്ക് അതൊന്നും ഒരു ഇതല്ല എന്ന് പറയുന്നുണ്ട്. അപ്പുറത്താണെങ്കിൽ നൂറയും ആദിലയും അവിടെ പണിയെടുത്ത് ചാവുന്നുണ്ട്. അവരവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടിച്ചു വരുന്നുണ്ട് നൂറ, ആദിൽ അവിടെ ഇരിക്കുന്നുണ്ട്. ഈ സംഭവത്തിൽ ഇപ്പോൾ ഉള്ളത് അപ്പാനി ശരത്തും പിന്നെ അതേപോലെ തന്നെ അഭിലാഷും പിന്നെ ഗിസലൊക്കെയാണ്. ഗിസലിന് ഓൾറെഡി നമ്മുടെ ആര്യന് കഴിഞ്ഞ ദിവസം ഒന്ന് ട്രാക്ക് ഇട്ട് നോക്കുന്നുണ്ടായിരുന്നു. ആര്യൻ വന്നപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ബിഗ് ബോസിൽ വെച്ച് ഒരു ലവ് ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ എന്തായാലും അത് മാരേജിലേക്ക് പോകുമെന്ന്. അപ്പോൾ ഓൾറെഡി അതൊക്കെ പറഞ്ഞിട്ടാണ് ബിഗ് ബോസിൽ എത്തിയത്. അതുകൊണ്ട് തന്നെ ആര്യന് ഒരുപാട് ഫാൻസ് പുറത്തുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എല്ലാവർക്കും അറിയാം, ബിഗ് ബോസിൽ വരുന്നതിന് മുന്നേ തന്നെ അനുമോൾക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അനുമോൾക്ക് ഒരു പക്ഷേ ഫാൻസ് കൂടിയിട്ട് ഇനിയിപ്പോൾ കണ്ടന്റ് അങ്ങനെയൊക്കെ ചിന്തിച്ച് കണ്ടിട്ടാണ് തോന്നുന്നുണ്ട് ഒരു ചെറിയ പ്രശ്നത്തെ ഇവർ ഒരു വലിയ പ്രശ്നമാക്കി മാറ്റി. അനുമോളാണെങ്കിൽ ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് ഫീൽ ആവുന്ന ഒരാളാണെന്ന് നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട്. അത് ഫിംഗർ കാണിച്ചു എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ വഴക്ക്. ഫിംഗർ അത് ആരും കാണിക്കുന്നുണ്ട്, ഈ ഫിംഗർ ഏതാന്നൊക്കെ കാണിക്കുന്നുണ്ട്. സംഭവം എന്തായാലും ലൈവിൽ വമ്പൻ അടിയാണ് നടക്കുന്നത്. അനുമോൾ ഒരുപാട് വിഷമിച്ച് കരയുന്നുണ്ട്. ഇതിനെ എന്താ പറയുക, വിഷമം മാറ്റാനൊന്നും അവിടെ ആരുമില്ല. കാരണം എല്ലാവരും അനുവിൻ്റെ ഓപ്പോസിറ്റാണ്. ആരും പറയുന്നത് ശരിയാണ്. ഇപ്പോൾ നടന്ന കാര്യം ഇപ്പോൾ പറയാം, മുന്നേ നടന്ന കാര്യങ്ങൾ അന്ന് അവിടെ വെച്ച് സംസാരിക്കാമായിരുന്നു. ഇന്ന് ഇവിടെ വെച്ചിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല. പിന്നെ കാര്യങ്ങളെ കാര്യബോധത്തോടു കൂടി അപ്പം പറഞ്ഞ് മനസ്സിലാക്കിയില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. ശരിയാണ്, അനുമോൾ ഒരു പക്ഷേ അവിടെ വെച്ച് സംസാരിക്കാം. പക്ഷെ അനുമോളുടെ ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ ഞാൻ കാരണം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവരുതെന്ന് വെച്ചിട്ടാണ് അനുമോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെറുതെ വിടുന്നത്. പക്ഷെ അതൊക്കെ അനുമോളിന് ഓപ്പോസിറ്റായിട്ട് വരികയാണ് ബിഗ് ബോസിൽ. അനുമോൾ ഭയങ്കര അധികം വിഷമമായിട്ട് ഫ്രസ്ട്രേഷനൊക്കെ ചുമരുമ്പോൾ തീർക്കുന്നുണ്ട്. എന്തായാലും ബിഗ് ബോസിൽ അനുമോളിനെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ അനുമോളിനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഹേർട്ട് ആവുന്നുണ്ട്. എന്തായാലും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കാണാം, ലൈവ് അപ്ഡേഷൻസിലേക്ക് പോകാം. അപ്പോൾ ബൈ. കൂടുതൽ വിവരങ്ങൾക്ക് വീണ്ടും